മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറില്ലേ, അതുപോലെയാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. പുറത്തേക്ക് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഈ സ്കാൽപ്പ് ഇവാലുവേഷൻ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലായത്. വരണ്ട് അങ്ങ് അറ്റത്തിരിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളവും കൊടുത്തില്ലെങ്കിൽ ഒരു മരുഭൂമി ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ആദ്യം അവർ നല്ല അരോമ ഓയിൽ അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഈ ബ്രഷ് വെച്ചിട്ട് മസാജ് ചെയ്തു. നെക്സ്റ്റ് സ്കാൽപ്പ് ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ്. ഈ ഒരു സംഭവം അപ്ലൈ ചെയ്തപ്പോൾ നല്ല കൂളിംഗ് ഇഫക്റ്റ് ആയിരുന്നു. നല്ലൊരു മസാജിന് ശേഷം ഈ ഒരു സൂത്തിങ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്തിരി ഫാൻസിയാണ്. ഒരു ഗോസ്റ്റ് ഇഫക്റ്റ് ഒക്കെ അല്ലേ കാണുമ്പോൾ. ഇതിന്റെ പേര് തെറാപ്യൂട്ടിക് സ്റ്റീം മിസ്റ്റ് എന്നാണ്. നെക്സ്റ്റ് അവർ ഇതുപോലെ നല്ലൊരു നെക്ക് മസാജ് ഒക്കെ തന്നു. അതിന്റെ ശേഷം സക്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് നെക്ക് മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യിപ്പിച്ചു. കാണുമ്പോൾ ഇത്തിരി പേടി തോന്നെങ്കിലും ഇറ്റ്സ് നോട്ട് പെയിൻഫുൾ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നല്ലൊരു ഷാംപൂ അപ്ലൈ ചെയ്ത് വൈ ഷേപ്പിലുള്ള ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്യും. ഇത് ഹാംഫുൾ മെറ്റൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ റിലാക്സ് ചെയ്യാം. നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും കിടക്കാം. ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. അതിന്റെ ശേഷം ഒന്നും കൂടി ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പ് ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് എൻ്റെ സ്കാൽപ്പിന് ഇത്തിരി ജീവൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഹെയർ ഗ്രോത്ത് ടോണിക് അപ്ലൈ ചെയ്ത് ടി ഷേപ്പിലുള്ള സ്റ്റിക്ക് വെച്ചിട്ട് മസാജ് ചെയ്യും. അവസാനമായിട്ട് അവരെനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നു. ഇത്തിരി ലോങ് പ്രോസസ് ആണെങ്കിലും ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.